വൈ മോട്ടിവേഷൻ ഫെയിൽസ്? എന്തുകൊണ്ടാണ് മോട്ടിവേഷൻസ് പലപ്പോഴും പരാജയപ്പെടുന്നത്? മോട്ടിവേഷൻ ഫെയിലിയർ ആകുന്നത് മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുടെയോ മോട്ടിവേഷൻ എന്നുള്ള കോൺസെപ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന മോട്ടിവേറ്റ് നമുക്ക് തരുന്ന നമ്മുടെയോ പ്രശ്നമല്ല. നമ്മളൊരു മനുഷ്യരായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മോട്ടിവേറ്റഡ് ആകാൻ കഴിയില്ല. മോട്ടിവേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് വിൽ പവറാണ്, എന്തും ചെയ്യാനുള്ളൊരു ആവേശം. പക്ഷേ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മനുഷ്യനായതുകൊണ്ട് തന്നെ മടി പിടിക്കാം. ചിലപ്പോൾ ബെഡിൽ നിന്ന് എണീക്കാതെ ഒരു വർക്കും ചെയ്യാതെ അങ്ങനെ കിടക്കും. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ പല ഇമോഷൻസ് കടന്നു പോകും. അത് ചിലപ്പോൾ ഞാൻ എന്താ ഇത്രയൊക്കെ ആയിട്ടും വർക്കിന് പോലും പോകാത്തത്, ഗിൽറ്റി ആയിരിക്കാം, ബ്ലെയിം ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നിസ്സഹായത ആയിരിക്കും. ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന ഈ ഫീൽ പവർ നേരത്തെ കിട്ടിയ വിൽ പവറിനേക്കാൾ ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ മോട്ടിവേറ്റഡ് ആയ ഒരാൾക്ക് ഫീൽ പവർ ആയിരിക്കും കൂടുതൽ അയാളെ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ലേസിനെസ് എന്ന് പറയും. ഒരു മടി പിടിച്ചിരിക്കുന്ന സമയം നമ്മൾ പ്രതീക്ഷിക്കുകയും ആ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് സ്വപ്നം കാണണമെന്നും എന്ത് ആഗ്രഹിക്കണമെന്നും മുന്നേ പ്ലാൻ ചെയ്ത് അങ്ങനെ ചിന്തിക്കുക എന്ന് മാത്രമാണ് അതിനൊരു പരിഹാരമുള്ളത്.